ഭരതേട്ടൻ 80കളിൽ ചെയ്ത ഒരു ചലച്ചിത്രമാണ് ചാമരം. ബാലകൃഷ്ണ പങ്കാണ്ട് ജാലകങ്ങളിലെ സൂര്യൻ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് ചാമരം ചെയ്യുമ്പോൾ ചാമരം ശരിക്കും പറഞ്ഞാൽ ഇന്നും മലയാള സിനിമയിലെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണെന്ന് പറയാം. നാദാ നീവരും കാലച്ചോ കേൾക്കുവാൻ എന്നുള്ള പൂവച്ചൽ ഖാദറിൻ്റെ വരി, അത് ശരിക്ക് ആ സിനിമയിലെ പാട്ടിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശരിക്കും കഥാപാത്രത്തിനും ബാക്ക്ഡ്രോപ്പിനും ഒരേ നിറം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രീകരണ രീതിയാണ്. കാരണം കഥാപാത്രം പച്ച സാരി ഉടുത്തുകൊണ്ട് പാട്ട് പാടുകയും പച്ചകളിലൂടെ പച്ച നിറഞ്ഞ ഏറ്റവും പച്ചയുള്ള പാടം, ഈ പുഴയ്ക്ക് ചുറ്റുമുള്ള വരമ്പ് ഒക്കെ ലും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, ഈ പച്ചപ്പിലും അകത്തുകൂടെ പച്ചയുടെ ഒരു വേഷം കടന്നു പോകുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. കാരണം അതും വളരെ കൃത്യമായിട്ടല്ല, ഒരു പെയിൻറ്ററുടെ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരേ സ്വഭാവമുള്ള കളർ കൊടുത്തുകൊണ്ട് എങ്ങനെ അതിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ കാഴ്ച ഈ പാട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഭരതൻ എന്ന സംവിധായകൻ ചെയ്തിട്ടുണ്ട്. സൗന്ദര്യം തോന്നുന്നൊരു പാട്ടാണ്. സെറീന വഹാബ് എന്ന് പറഞ്ഞ മലയാളി അല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്ന് അഭിനയിക്കുമ്പം ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു ജനറേഷനിൽ പുറത്തുനിന്ന് വന്ന നായികമാരൊന്നും തന്നെ നമ്മളുടെ സ്വന്തമാണെന്നാണ് തോന്നിയിരുന്നത്. വേറൊരുത്തത്തിൽ ജാനകിയമ്മ അത് തന്നെ നമ്മുടേതല്ലാന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നമ്മളുടെ സ്വന്തമായി കഴിഞ്ഞ ആളുകൾ. അന്നൊന്നും ജാനകിയമ്മ വളരെ തിരക്കിൽ നിൽക്കുന്ന സമയമാണ്. അവിടെ തരങ്ങിണി സ്റ്റുഡിയോയിലായിരുന്നു. പിന്നെ അതുപോലെ ഇതിനിടയിൽ ജാനകിയമ്മയുടെ ആ ചിരി ഒക്കെ വളരെ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഒരു പ്രത്യേകതയുള്ള ഇതായിട്ട് തന്നെ അന്ന് തോന്നിയിരുന്നു. ഭരതൻ്റെ പാളങ്ങൾ എന്ന സിനിമ ഷൊർണൂരിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ ജീവിതമാണ് സത്യത്തിലത്. കാരണം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ടുള്ള ഒരു ജീവിതത്തെ പറഞ്ഞു പോയില്ല. കാരണം അതിനു മുമ്പ് സിനിമയിൽ ഷൊർണൂർ ബേസ് ചെയ്തിട്ടുള്ള കഥ, റെയിൽവേ ഷൊർണൂർ സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് കുറേ കൂടെ ഈ നമ്മളൊരു കാരണം ഈ റെയിൽ പാളങ്ങൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമാക്കുന്ന റെയിൽവേ ട്രാക്കിനെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ കഥ കൂടി പറഞ്ഞിട്ടുണ്ട്. ഭാരതപ്പുഴ അതിനു മുമ്പും സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഭാരതപ്പുഴയുടെ ഒരു സൗന്ദര്യത്തെ വിഷ്വലൈസ് ചെയ്യണം. ഭാരതപ്പുഴയുടെ പാലം, റെയിൽവേ പാലം ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കൊരു ഫീല് തരുന്ന തരത്തിലേക്ക്, നമ്മൾ ആ സ്ഥലത്തുകൂടി കടന്നു പോകുന്ന തരത്തിലേക്കുള്ള ചിത്രീകരണം ആ പടത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. ഒപ്പം ഈ നിരന്തരമായി ആവർത്തിക്കുന്ന വിഷ്വലുകളുണ്ട്. കാരണം വെച്ചാൽ ഭരതൻ്റെ സിനിമകളിൽ നിരന്തരമായി ആവർത്തിക്കുന്നതാണ്. പക്ഷേ ആ ഓരോ ആവർത്തനവും കഴിഞ്ഞ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഫ്രെയിം ബ്യൂട്ടി ഉണ്ടാക്കുന്ന സ്വഭാവം ഭരതേട്ടൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുമിച്ച് നമ്മൾ ഈ സിനിമകളിലെ പാട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് ഈ സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് ഈ ആവർത്തനത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ആവർത്തനങ്ങളൊന്നും നമ്മൾ കാഴ്ചക്കാരനെ ചെടിപ്പിക്കുകയോ അല്ലെങ്കിൽ കാഴ്ചക്കാരനെ അത് ഉണ്ടായിരുന്ന അത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ലേ എന്നുള്ള തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പാട്ടിനകത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ഒരു എൻജിനീയറുടെ തോട്ട് കൂടെ ആ പാട്ടിനകത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് സമാന്തര രേഖകൾ കൂട്ടി മുട്ടുന്നില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് എവിടെയോ ഒരിടത്ത് കൂട്ടിമുട്ടും എന്നാണ് ഗണിതശാസ്ത്രം. അതായത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരിടത്ത് ഇത് കൂട്ടിമുട്ടുന്നു എന്നാണ് നമ്മുടെ. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഈ ഒരു കവിതയുടെ ഒരു കാൽപ്പനികത, ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ചിന്തയായിരുന്നു ആ സമയത്ത് മനസ്സിൽ. ഭരതേട്ടൻ്റെ പടത്തിലൊക്കെ ഒന്ന് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ആ അവസരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അങ്ങനെ ജോൺസൺ മാസ്റ്റർ റെക്കോർഡിങ്ങിന് വിളിക്കുന്നു, ഞാൻ പോകുന്നു. അപ്പോൾ ജോൺസൺ മാസ്റ്റർ അതേ പറഞ്ഞു, ഒരു ഹമ്മിങ് മാത്രമേ ഉള്ളൂ പാടാൻ, ഉണ്ണി പാടാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അനവധി ഗാനങ്ങൾ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇടയ്ക്ക് എൻ്റെ ഒരു ഗാനം പുറത്തു വരും എൻ്റെ ക്രെഡിറ്റിൽ. അങ്ങനെയുള്ള സമയത്ത് ഈ ഗാനത്തിന് വിളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ വാണി ജയറാമാണ് മെയിൻ സോങ് പാടുന്നത്. അതിന് ഒരു ഭംഗി കൊടുക്കാന്നുള്ള മാതിരി ഇടയിലൊരു ഹമ്മിങ്. അങ്ങനെ ഞാൻ ആ പാട്ട് പാടാൻ പോകുന്നു. പക്ഷേ ആ പാട്ടിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ അമേച്ചറിഷ് ആയിട്ട് പാടിയൊരു ഹമ്മിങ് ആയിരുന്നില്ലേ എന്ന് തോന്നുന്നു.